ഓം ഗുരുഭ്യോ നമഃ. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. ഇതിൻ്റെ അർത്ഥം വിവരിച്ച് പറഞ്ഞു തരാമോ? ഇത് വായിക്കുമ്പോൾ തന്നെ അർത്ഥബോധം വരുന്നുണ്ടല്ലോ അല്ലേ? അതാണ് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് വായിച്ചിട്ട് അർത്ഥം മനസ്സിലായേ ഇല്ല, അങ്ങനെ ആർക്കും ഉണ്ടാവും തോന്നുന്നില്ല സ്വാമിക്ക്. ദൈവത്തിന് അധീനമാണ് ജഗത്ത് സർവം. ജഗത്ത് മുഴുവൻ ദൈവത്തിന് അധീനമാണ്. ആ ദൈവമാകട്ടെ മന്ത്രാധീനം തു ദൈവതം, മന്ത്രത്തിന് അധീനമാണ് ദേവത. തന്മന്ത്രം ബ്രാഹ്മണാധീനം, അതിൻ്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണോ മമ ദൈവതം, അതുകൊണ്ട് ബ്രാഹ്മണൻ എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് എന്ത് വേണം? ബ്രാഹ്മണ ഉപാസകരാവും. ബ്രാഹ്മണ ഉപാസകരായാൽ എന്താ ഗുണം? മന്ത്രോപാസകരാവാം. മന്ത്രോപാസകരായാലോ ദൈവാധീനം ലഭിക്കും. സ്വാമി ഒരു സുഖമില്ല, എന്ത് പറ്റി? ഈ ബ്രാഹ്മണരെന്ന് കേൾക്കുമ്പോഴേക്ക് ഈ പെരുവിരലിൽ നിന്ന് എന്തോ ഇരച്ച് കയറുന്ന ഒരു സൂക്കേടില്ലേ, അത് മാറ്റണം. കേട്ടില്ലേ? ആരാ ബ്രാഹ്മണര്? ബ്രാഹ്മണര് ശീലിക്കുന്ന വൃത്തിവിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായി ആരിൽ പരിലസിക്കുന്നോ അവരാണ് ബ്രാഹ്മണര്. കേട്ടില്ലേ? അങ്ങനെയുള്ളവരെ ആരാധിക്കുന്നത് കൊണ്ട് അവർക്ക് അഹന്ത ലവലേശം വളരില്ല, പെരുകിൽ. നമുക്ക് ഗുണം വളരുകയും ചെയ്യും. പൂണൂലിട്ടവരാണ് ബ്രാഹ്മണര് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് പൂണൂലിട്ടവരൊക്കെ ഒന്നും ബ്രാഹ്മണരല്ല എന്നൊന്നും മനസ്സിലാക്കി കളയരുത്. അങ്ങനെ ഒരു നിന്ദ വന്നത് സമാജത്തിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. കേട്ടില്ലേ? എത്രയോ ജ്ഞാനനിഷ്ഠന്മാരായവരും അതുപോലെ ഉപാസകരായവരും ഒക്കെ പൂണൂലിട്ടൊക്കെ അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൽ വന്നവരുണ്ട്. അവരൊക്കെ ആദരണീയരാണ്. പൂണൂലിട്ടവരെല്ലാവരും ബ്രാഹ്മണരാണ് എന്ന് പറയാൻ പറ്റില്ല, അത് സമ്മതിച്ചു. എന്തായാലും ഈ ചാതുർവർണ്ണ്യത്തെ ബ്രാഹ്മണിക്കൽ ഹെജുമണി, സവർണ ആധിപത്യം, മേധാവിത്വം എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സമ്പ്രദായം സമാജത്തിൽ വ്യാപകമായത് നമ്മുടെ ഒരു സമാജ സുസ്ഥിരതയെ വളരെയേറെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ബ്രാഹ്മണരെ കുറിച്ച് പറയുന്നിടത്ത് ഉപനിഷത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? യോവാ ഗാർഗി ഏതദക്ഷരം വിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സബ്രാഹ്മണ. അക്ഷരത്തെ അറിഞ്ഞ് കടന്നു പോകുന്നവനാണ് ബ്രാഹ്മണൻ, അല്ലാത്തവനോ കൃപണനാണ്. അപ്പൊ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവര്, സാധകര്, അവരൊക്കെ ബ്രാഹ്മണരാണ്. അവരെ ആശ്രയിക്കുന്നതുകൊണ്ട് നമുക്കൊരു ദോഷവും വരില്ല. കാരണം അവർക്ക് സങ്കുചിത സ്വാർത്ഥമില്ലാത്ത സമാജ കല്യാണത്തിന് വേണ്ടി ജീവിക്കുന്നവരൊക്കെ ബ്രാഹ്മണരാണ്. അതുകൊണ്ട് മുൻവിധികൾ മാറ്റിവെക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഓക്കെ, സമാജത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ഒരു സമീപനം വളർത്തിയെടുക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിന് വേണ്ടത് എന്താ? കൃതികൾ പഠിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ, ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കൃതികൾ, ശങ്കര ഭഗവത്പാദരുടെ കൃതികൾ, പിന്നെ ഗീത, ഉപനിഷത്ത്, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ എത്ര ദൂരക്കാഴ്ചയോടെയാണ് ധർമ്മത്തെ ഇവിടെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ബോധ്യമാവും. അതിൽ നമുക്ക് ഏറെ വൈകല്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയില്ല.